തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നുമോളായ ഫാത്തിമാനോട് പറയാറുണ്ട്, മോളെ ഫാത്തിമ, മോളെ ഫാത്തിമ, നീ എന്റെ കരളിന്റെ കഷ്ണമാണ്, നീ എന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, നീ എന്റെ മനസ്സിന്റെ സന്തോഷമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒപ്പമുണ്ടായി മഹദി ഫാത്തിമ, മഹദിയായ ഫാത്തിമത്തുസ് സുഗ്റ റളിയല്ലാഹു അൻഹാ. ആ ഫാത്തിമാനെ കൈപിടിച്ചിട്ട് റസൂലുള്ളാഹി പറയുന്നു, മോളെ ഫാത്തിമ, യാ ഫാത്തിമ, അൻഖിദി നഫ്സകി മിനൻ നാരി യാ ഫാത്തിമ, മോളെ ഫാത്തിമ, നിന്റെ ഈ ശരീരമുണ്ടല്ലോ മോളെ, റസൂലുള്ളാഹിന്റെ ഭാഗമാണ്, റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട നൂറാനിയത്തിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹിന്റെ കവിള് പോലെയുള്ള കവിൾത്തടം, റസൂലുള്ളാഹിന്റെ കൺതടം പോലെയുള്ള കൺതടം, റസൂലുള്ളാഹിന്റെ കൈകൾ പോലെയുള്ള കൈകൾ, റസൂലുള്ളാഹിന്റെ കാൽപാദങ്ങൾ പോലെയുള്ള കാൽപാദങ്ങൾ. നടന്നു പോകുന്നത് കണ്ടാൽ മദീനയുടെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് തോന്നിപ്പിക്കുന്ന ആകാര വൈശിഷ്ട്യത, സുന്ദരമായ മേനിയഴകിന്റെ ഉടമ മഹദിയായ ഫാത്തിമത്തുസ് സുഗ്റ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി പറയുന്നു, മോളെ ഫാത്തിമ, അൻഖിദി നഫ്സകി മിനൻ നാരി യാ ഫാത്തിമ, നിന്റെ ശരീരം നീ തന്നെ സംരക്ഷിക്കണം മോളെ, നരകത്തെ തൊട്ട് നീ തന്നെ സംരക്ഷിക്കണം മോളെ. ലാ അംലികു ലകും മിനല്ലാഹി ശൈആ. ബാപ്പ പ്രവാചകനാണെന്ന് പറഞ്ഞതുകൊണ്ട്, ഞാൻ നിന്റെ ബാപ്പയാണെന്ന് പറഞ്ഞതുകൊണ്ട് നിനക്ക് പ്രത്യേകമായ പരിഗണന കിട്ടുമെന്ന് വിചാരിക്കണ്ട പൊന്നുമോള്. ഞാൻ നിന്റെ ബാപ്പയാ, നീ എന്റെ മകളാ, ശരി തന്നെയാ, പക്ഷേ നീ നിന്റെ ശരീരത്തെ നീ തന്നെ സംരക്ഷിക്കണം മോള്. നരകത്തെ തൊട്ട് നിനക്കല്ലാതെ നിന്റെ ശരീരം സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നുമോളായ ഫാത്തിമാനോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പൊന്നുമോളോട് പറയാ, മോളെ ഫാത്തിമ, നീ തന്നെ നിന്റെ ശരീരം സംരക്ഷിച്ച് മതിയാകൂ. ആ ഫാത്തിമ ബീവി മരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിയോഗത്തിന്റെ 6 മാസങ്ങൾക്ക് ശേഷം മഹദിയായ പുണ്യ ഹബീബിന്റെ പൊന്നുമോള് മരിക്കാൻ കിടക്കുകയാണ്. റസൂലുള്ളാഹി മരിക്കാൻ കിടക്കുന്ന സമയത്ത് വലത് കാതിൽ ഫാത്തിമ എന്ന പൊന്നുമോളുടെ ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു. കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു. ഇടത് കാതിൽ മറ്റൊരു സ്വകാര്യം പറഞ്ഞു. കേട്ടപ്പോൾ പൊട്ടിച്ചിരിച്ചുപോയി മഹദി ഫാത്തിമ. ഉറക്കെ പറയൂ മുഅ്മിനീങ്ങളെ, ഏതായാലും മൈക്കങ്ങനെ തന്നെ. ഏതായാലും നമ്മളൊന്ന് ആവേശത്തോടു കൂടി മജ്ലിസിൽ നിന്ന് സജീവമാക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ആ മഹദി ഫാത്തിമാന്റെ കൂടെ സ്വർഗ്ഗത്തിൽ നമ്മൾ കടത്തി തരുമാറാകട്ടെ. ആ ഫാത്തിമ ബീവി മരിക്കാൻ കിടക്കുകയാണ്. റസൂലുള്ളാഹി വലത് കാതിൽ പറഞ്ഞു, മോളെ ഫാത്തിമ, മോളെ ഫാത്തിമ, ബാപ്പ മരിക്കുകയാണടി പൊന്നുമോളെ. പൊട്ടിക്കരഞ്ഞു പോയി മഹദിയായ ഫാത്തിമ. ഇടത് കാതിൽ മറ്റൊരു സ്വകാര്യം, മോളെ ഫാത്തിമ, ബാപ്പ മരിച്ചു കഴിഞ്ഞാൽ ബാപ്പാന്റെ കുടുംബത്തിൽ നിന്നും ആദ്യമായി ബാപ്പാന്റെ അടുത്തേക്ക് കടന്നു വരുന്നത് നീയാണടി പൊന്നുമോളെ. പൊട്ടിച്ചിരിച്ചുപോയി മഹദിയായ ഫാത്തിമ ബീവി. അല്ലാഹുവിന്റെ റസൂലിന്റെ വിയോഗത്തിന്റെ 6 മാസങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹിന്റെ പ്രവചനം എന്നോണം മഹദി ഫാത്തിമ ബീവി മരിക്കാൻ കിടക്കുകയാ. മുത്ത് റസൂലുള്ളാഹി മരിച്ചതിന് ശേഷം 6 മാസക്കാലയളവുകളിൽ ഒരിക്കൽ പോലും ഫാത്തിമാന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നിട്ടില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഫാത്തിമ ബീവി പിന്നെ ചിരിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ വിയോഗത്തിന്റെ ശേഷം 6 മാസം ജീവിച്ച ഫാത്തിമ പിന്നെ ചിരിച്ചിട്ടില്ല. ആ റസൂലുള്ളാഹിന്റെ വിയോഗത്തിൽ ഉണ്ടായ ആഘാതം ഏറ്റുകൊണ്ട് പുഞ്ചിരി പോലും മുഖത്ത് വിടർത്താതെ മുത്തു മുസ്തഫാന്റെ പൊന്നുമോൾ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹാ മരിക്കാൻ കിടക്കുകയാണ്. പെട്ടെന്നൊരു പ്രഭാതത്തില് കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞിട്ട് കടന്നു വന്നു.
പൊന്നുമക്കളായ പിച്ചുവെച്ച് നടക്കുന്ന ഹസനെ വിളിച്ചു, ഹുസൈനെ വിളിച്ചു. അലിയാർ തങ്ങൾ അടുത്തുണ്ട്, ഞാൻ മരിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ. നമ്മുടെ വല്ലിപ്പയുണ്ടല്ലോ, ലോകത്തിന്റെ ജേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഉമ്മച്ചി പോവുകയാണ്. പൊന്നുമക്കളെ, മഹദിയായ ഫാത്തിമ ബീവി മരിച്ചുപോയി. ഫാത്തിമ ബീവിയുടെ ശരീരം കുളിപ്പിച്ചു, ഫാത്തിമാന്റെ ശരീരം കഫൻ ചെയ്തു. മയ്യത്തുമായി കടന്നു പോകുകയാണ് പ്രിയപ്പെട്ട സഹാബാക്കൾ. മയ്യത്ത് മണ്ണിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടി തുനിയുകയാണ്. മഹാനായ അലിയാർ തങ്ങളുണ്ട്, മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരുമുണ്ട്. രണ്ടുപേരും താങ്ങിപ്പിടിച്ചിട്ട് ആ മുത്തുമോളുടെ ശരീരം മണ്ണിലേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് മഹാനായ അബൂദറുൽ ഗിഫാരി തങ്ങൾ പറയുകയാണ്, ഖബറിടമേ, ഖബറിടമേ, അല്ലയോ ഖബറിടമേ, ഇത് ആരുടെ മയ്യത്താണെന്ന് നിനക്കറിയുമോ? ഖബറിടമേ, ഇത് ആരുടെ ശരീരമാണ്, ഇത് ആരുടെ മയ്യത്താണെന്ന് നിനക്കറിയുമോ? ഖബറിടമേ, അത്തദ്രീ മനില്ലദീ ജിനാ ബിഹാ ഇലൈക. ഖബറേ, ഇതാരുടെ ഖബറ, ഇതാരുടെ മയ്യത്താണെന്ന് നിനക്കറിയോ? ഖബറിടമേ, ഇത് ലോകം പടക്കാൻ കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, റൂഹിനെ പടക്കാൻ കാരണഭൂതരായ, അർശിനെ പടക്കാൻ കാരണഭൂതരായ, കുർസിയെ പടക്കാൻ കാരണഭൂതരായ അല്ലാഹുവിന്റെ നൂറാനിയത്തിന്റെ, ജലാലിയത്തിന്റെ, കമാലിയത്തിന്റെ, ഹഖീഖത്തിന്റെ അടയാളമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോളുടെ മയ്യിത്താൻ. ഇത് റസൂലുള്ളാഹിന്റെ പൊന്നുമോളുടെ ശരീരമാണ്. ഖബറിടമേ, നിനക്കറിയുമോ? ഈ ഖബറിനെ, ഈ മയ്യത്തിനെ നീ ഒന്ന് നന്നായി പരിഗണിക്കണം. ഖബറിടമേ, നിങ്ങളെ ഖബറിനൊരു സ്വഭാവമുണ്ട്, ഖബറിനൊരു സ്വഭാവമുണ്ട്. ഏത് ശരീരവും കിട്ടിക്കഴിഞ്ഞാൽ ഖബർ പെട്ടെന്ന് അങ്ങോട്ട് ഹഠാതാകർഷിക്കും. ഏത് ശരീരമാണെങ്കിലും ഖബറിന് വല്ലാത്ത സന്തോഷമാ. ഏത് ശരീരം കിട്ടിയാലും ഖബറിന് വല്ലാത്ത ആഭിമുഖ്യമാ. വാരി പുണർന്നിട്ട് ഇടുക്കിയിട്ട് കൊടരവിടാൻ ഖബറിന് വല്ലാത്ത ആഗ്രഹമാ. കാരണം എന്തെന്നറിയുമോ? മനുഷ്യനെ പടച്ച മണ്ണാണിത്. മനുഷ്യനെ പടക്കാൻ വേണ്ടി പടച്ചവൻ തീരുമാനിച്ചിട്ട് മലക്കുകളെ പറഞ്ഞയച്ചു. ആദ്യമായി ജിബ്രീലിനെ പറഞ്ഞയച്ചു. ജിബ്രീലെ, ഒരു പിടി മണ്ണുമായിട്ട് കടന്നു വരൂ ഭൂമിയിൽ നിന്നും. ജിബ്രീല് കടന്നു വന്നു. മണ്ണെടുക്കാൻ വേണ്ടി തുനിഞ്ഞ സമയത്ത് ഭൂമി വിസമ്മതിച്ചു, തരില്ലെന്ന് പറഞ്ഞു. നിരാശനായി ജിബ്രീല് മടങ്ങിപ്പോയത്രേ. അല്ലാഹു പിന്നെ മീകായിലിനെ പറഞ്ഞയച്ചു. മീകായിലിന്റെ മുമ്പിലും ഭൂമി വിസമ്മതം പ്രകടിപ്പിച്ചപ്പോൾ മീകായിലും പിരിഞ്ഞു പോയത്രേ. അല്ലാഹു ഇസ്രാഫീലിനെ പറഞ്ഞയച്ചു. അല്ലാഹുവിന്റെ തീരുമാനം നടപ്പിലാക്കാൻ തുനിഞ്ഞപ്പോൾ ഭൂമിയുടെ വിസമ്മതത്തിന്റെ മുമ്പിൽ ഇസ്രാഫീലും പരാജയപ്പെട്ട് പിരിഞ്ഞുപോയി. അവസാനം അല്ലാഹു മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ചു. ഭൂമിയിൽ നിന്നും മണ്ണ് വാരി മനുഷ്യനെ പടക്കാനുള്ള കളിമണ്ണുമായി കടന്നു വരാൻ മഹാനായ അസ്റായീൽ കടന്നു വന്നത്രേ. ഭൂമി വിസമ്മതം പ്രകടിപ്പിച്ചത്രേ. ഭൂമിയുടെ വിസമ്മതത്തിന് മുമ്പിൽ തോറ്റുകൊടുത്തില്ലത്രേ. വാരിയിട്ട് വലിച്ചെടുത്തത്രേ. മണ്ണുമായിട്ട് കടന്നു കളഞ്ഞത്രേ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. തന്റെ ഇടത്തിന്റെ പേരിലാൻ അസ്റായീൽ കാണിച്ച ആത്മദൈവത്തിന്റെ ശൂരതയുടെ പേരിലാ ലോകത്ത് കടന്നു വരാനിരിക്കുന്ന മാനവരാശിയുടെ ജീവിതം മുഴുവനും പിടിക്കാൻ പടച്ചവൻ തീരുമാനിക്കാൻ ആ മലക്കിനെ തെരഞ്ഞെടുത്തതെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. ഇസ്രായേൽ ധീരത പ്രകടിപ്പിച്ചു. മണ്ണ് വാരിയിട്ട് കൊണ്ടുപോയി. ഭൂമിക്ക് സമ്മതമില്ല, ഭൂമി തരാൻ തയ്യാറായില്ലത്രേ. അങ്ങനെ വിസമ്മതത്തോടുകൂടി വലിച്ചെടുത്ത മണ്ണിൽ നിന്നാണ് മനുഷ്യനെ പടച്ചവൻ പടച്ചത്. നഷ്ടപ്പെട്ടു പോയ ഈ മണ്ണ് മനുഷ്യന്റെ ശരീരത്തിലൂടെ ഈ ഭൂമിക്ക് തിരിച്ചു കിട്ടുമ്പോൾ വല്ലാത്ത അഭിനിവേശമാണ്. ആ ശരീരത്തെ വാരി വിഴുങ്ങാൻ
ആ ശരീരത്തെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ ഭൂമിക്ക് വല്ലാത്ത ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഭൂമി അങ്ങോട്ട് മനുഷ്യന്റെ ശരീരം മണ്ണിലേക്ക് എടുത്തു വെക്കുന്നതോടുകൂടി വല്ലാത്ത ആവേശത്തോടുകൂടി വലിച്ചെടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ മഹാനായ അൻസാരികളുടെ നേതാവായ സഅദ് ഇബ്നു മുആദ്, ഉറക്കെ പറയൂ, മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മരിച്ചുപോയി. സഅദ് ഇബ്നു മുആദ് മരിച്ചുപോയി. അൻസാരികളുടെ നേതാവാൻ, അൻസാരികളുടെ നായകനാൻ. തസ്സഅർശുർ റഹ്മാൻ ബിമൗതി സഅദ് ഇബ്നു മുആദ്. സഅദിന്റെ മരണവാർത്ത കേട്ടുകൊണ്ട് അല്ലാഹുവിന്റെ അർശ് പോലും കിടുകിടാ വിറച്ചുപോയെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ അർശ് പോലും കിടുകിടാ വിറച്ചുപോയത്രേ. മഹാനായ സഅദ് ഇബ്നു മുആദ് അൻസാരിങ്ങളുടെ നായകനാണ്. മുഹാജിരീങ്ങൾ കടന്നു വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് അവിടുത്തെ അനുചരന്മാർക്കും സൽക്കാരത്തിന്റെ സദ്യയൊരുക്കിയിട്ട് സ്വീകരിച്ച മദീനയിലെ മനോഹരമായ സൽക്കാരത്തിന്റെ സുന്ദരമായ സൗഭാഗ്യം സമ്മാനിച്ച ആ അനുചര ബന്ധത്തിന്റെ നേതാവാണ് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അൻസാരികൾ സ്വീകരിച്ച ത്യാഗത്തിന് കഥകളുണ്ട്, ത്യാഗത്തിന് കണക്കുണ്ട്. തന്റെ വീടിന്റെ 2 ഭാഗം, ഒരു ഭാഗം മുഹാജിറിന് കൊടുത്തു. 10 സെന്റ് ഉള്ളവർ 5 സെന്റ് മുഹാജിറിന് കൊടുത്തു. 2 നിലകളുള്ളവർ 1 നില മുഹാജിറിന് സമ്മാനിച്ചു. ഒന്നിലധികം ഭാര്യമാരുള്ളവർ മറ്റു ഭാര്യമാരെ തലാഖ് ചൊല്ലിയിട്ട് ഭാര്യമാരില്ലാത്ത പ്രിയപ്പെട്ട മുഹാജിരീങ്ങളായ സഹോദരന്മാർക്ക് സമ്മാനിച്ചു കൊടുത്തത്രേ. ലോക ചരിത്രം ഇങ്ങനെ ഒരു സൗഹൃദത്തിന്റെ മഹത്തായ സന്ദേശത്തിന് ഒരിക്കലും തന്നെ തിരികൊളുത്തിയിട്ടുണ്ടാവില്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബക്കറ്റ് പ്രശ്നം തുടങ്ങാൻ കവർ കൊടുക്കും ഇൻഷാ അല്ലാഹ്. ഇനി നിങ്ങളെ സമീപിക്കുകയാണ് നമ്മുടെ സംഘാടകർ. ബക്കറ്റുമായി നിങ്ങളെ സമീപിക്കുകയാണ്. നല്ല നല്ല സംഭാവനകൾ, നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷമായി നല്ല സംഭാവനകൾ നൽകിക്കൊണ്ട് നിങ്ങൾ ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നിങ്ങൾ നൽകിയിട്ടുണ്ട്, സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് സംഘാടകർ നിങ്ങൾക്കിന്ന് നല്ല നല്ല കവറുകൾ സമ്മാനിക്കും ഇൻഷാ അള്ളാഹ്. നാളെ നിങ്ങളതെല്ലാം നല്ല ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതിയിട്ട് നല്ല സംഖ്യകൾ അതിൽ നിക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കണം. ഏതായാലും ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടിയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതിലേക്ക് കടന്നിട്ട് ദുആ ചെയ്തിട്ട് പിരിയാം. അല്ലാഹു നല്ലത് പറയാനും നല്ലത് ചെയ്യാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ സഅദിന്റെ മരണവാർത്ത കേട്ടുകൊണ്ട് ഇഹ്തസ്സ അർശുർ റഹ്മാൻ, സഅദിന്റെ മരണവാർത്ത കേട്ടുകൊണ്ട് അല്ലാഹുവിന്റെ അർശ് പോലും കിടുകിടാ വിറച്ചുപോയി. ആ സഅദ് മരിച്ചു പോയിരിക്കുന്നു. സഅദിന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് സഅദിന്റെ മയ്യത്തുമായിട്ട് മുസ്തഫ നടന്നു പോകുകയാ. മലക്കുകൾ 70,000 പുറകിലതാ കൂടിയിരിക്കുകയാ. മഹാനായ സഅദ് ഇബ്നു മുആദിന്റെ മയ്യത്തുമായി കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ കാലിന്റെ പെരുവിരൽ കുത്തിക്കൊണ്ട് നടക്കുകയാണ്. റസൂലുള്ളാഹ് നടക്കുന്നത് പെരുവിരൽ കുത്തിക്കൊണ്ടാണ്. ഉപ്പൂറ്റി ഭാഗം കുത്തുന്നില്ല, പെരുവിരൽ കുത്തിക്കൊണ്ട് നടന്നു പോവുകയാണ്. സഹാബികളെല്ലാവരും അത്ഭുതപ്പെട്ട് ചോദിക്കുകയാണ്, നബിയേ, എന്താണ് റസൂലേ അങ്ങിങ്ങനെ കാലിന്റെ പെരുവിരൽ കുത്തിക്കൊണ്ട് നടക്കുന്നത്? എന്റെ കാലിന്റെ ഉപ്പൂറ്റി ഭാഗം അമർത്തി പിടിക്കുന്നില്ല? സഹാബാക്കളെ, സഅദിന്റെ മയ്യത്തിന് അനുധാവനം ചെയ്യാൻ അല്ലാഹു 70,000 മലക്കുകളെ സമ്മാനിച്ചിരിക്കുന്നെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 70,000 മലക്കുകൾ പുറകിലൂടെ നടന്നു വരികയാ. ആ മലക്കുകളുടെ ആധിക്യം കൊണ്ട് എനിക്ക് കാല് കുത്താൻ കഴിയുന്നില്ല, എനിക്ക് കാല് പൂർണ്ണമായും കുത്തി നടക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തള്ളവിരൽ കുത്തി നടക്കുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ മയ്യത്ത് കൊണ്ടുപോയിട്ട് മണ്ണിലേക്ക് എടുത്തു വെക്കാൻ നേരത്ത് മുസ്തഫാന്റെ മുഖം വിവർണമായി അള്ളാഹുവിന്റെ റസൂല് വിളിച്ചു പറയുന്നു സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. പെട്ടെന്ന് റസൂലുള്ള വിളിച്ചു പറയാണ് സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും അത്ഭുതങ്ങൾ കണ്ടാൽ, എന്തെങ്കിലും വിഷമകരമായ അവസ്ഥകൾ ഉണ്ടായാൽ റസൂലുള്ള അങ്ങനെ വിളിച്ചു പറയാറുണ്ട് സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. റസൂലുള്ളാഹിന്റെ തസ്ബീഹ് കേട്ടിട്ട് എല്ലാവരും ഉച്ചത്തിൽ സുബ്ഹാനല്ലാഹ് ചൊല്ലി. സഹാബിമാർക്കൊക്കെ ഉത്കണ്ഠയാണ്, എന്ത് സംഭവിച്ചു പോയി? മദീനയുടെ രാജകുമാരന് സൽക്കാരത്തിന്റെ സദ്യയൊരുക്കി അൻസാരികളുടെ നായകനായ സഅദിന്റെ മയ്യിത്താണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. എന്ത് പറ്റിപ്പോയി? എന്ത് സംഭവിച്ചു പോയി? അല്ലാഹുവിന്റെ റസൂല് വിവർണമായ മുഖത്തോടു കൂടി ആ മയ്യിത്ത് അങ്ങോട്ട് ഖബറിൽ വെച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ മുസ്തഫാന്റെ മുഖത്ത് സന്തോഷം വിടർന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം സുബ്ഹാനല്ലാഹ്, പിന്നെ അല്ലാഹു അക്ബർ. രണ്ടും വ്യത്യസ്തമായ വിചാരങ്ങളാണ്, വ്യത്യസ്തമായ പ്രകടനങ്ങളാണ്. സന്തോഷം സംഭവിച്ചാൽ ഉണ്ടായാലാണ് അല്ലാഹു അക്ബർ എന്ന് പറയാറുള്ളത്. അല്ലാഹു അക്ബർ, ആദ്യം സുബ്ഹാനല്ലാഹ്, പിന്നെ അല്ലാഹു അക്ബർ. എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞു. റസൂലുള്ളാഹിയും സഹാബാക്കളും തിരിച്ചു വരുന്ന സമയത്ത് സഹാബികൾ ചോദിച്ചത്രേ, നബിയേ നബിയേ, എന്തുകൊണ്ടാണ് സഅദിന്റെ മയ്യിത്തങ്ങ് മണ്ണിലേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് ആദ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞല്ലോ, പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ അല്ലാഹു അക്ബർ എന്ന് മാറ്റി പറഞ്ഞല്ലോ? സന്തോഷ സന്താപ സമ്മിശ്രമായ വികാരങ്ങൾ പ്രകടമായല്ലോ. കാരണം എന്താണ്? പറയൂ യാ റസൂലല്ലാഹ്. ഈ അനുഗ്രഹീതമായ മജ്ലിസിൽ ഈ വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാര് സഹോദരിമാരെന്ന് മനസ്സിലാക്കുമോ? അല്ലാഹുവിന്റെ റസൂല് മറുപടി പറയുന്നു, സഹാബാക്കളെ, സഹാബാക്കളെ, ഖബറിലേക്ക് സഅദിന്റെ മയ്യിത്തുമായി ഞാൻ കടന്നു വന്നപ്പോൾ ഖബറിദാ ആവേശത്തോടുകൂടി ഓടി വരികയാ. പാവപ്പെട്ട സഅദിന്റെ ശരീരം അങ്ങോട്ട് വാരി വിഴുങ്ങുകയാ. ഖബറിന്റെ അമിതമായ ആവേശം കണ്ടുകൊണ്ടാണ് ഞാൻ സുബ്ഹാനല്ലാഹ് എന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ സുബ്ഹാനല്ലാഹ് എന്ന് വിളിച്ചു പറഞ്ഞത് ഖബറിന്റെ ഭീകരമായ കാഴ്ച കണ്ടപ്പോ എനിക്ക് പേടിയായി. സഅദിന്റെ മയ്യിത്ത് കൊണ്ടുപോയി വെച്ചപ്പോൾ ഖബറങ്ങോട്ട് കടന്നു വന്നപ്പോ ഞാൻ പേടിച്ചരണ്ടുപോയി. സുബ്ഹാനല്ലാഹ് എന്ന് വിളിച്ചുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഖബറിന്റെ കാര്യം മനസ്സിലായി. ഇത് സാധാരണ മയ്യിത്തല്ല, ഇത് മഹാനായ സഅദ് ഇബ്നു മുആദിന്റെ മയ്യിത്താണെന്ന് ഖബർ കാര്യം മനസ്സിലാക്കി. ഖബറങ്ങോട്ട് വിശാലമായി, ഖബറങ്ങോട്ട് വിശാലമായി. ഇത് കണ്ടപ്പോഴാണ് ഞാൻ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറഞ്ഞത്. ആദ്യം ഖബറിന്റെ സ്വഭാവം രൗദ്രഭാവമാണ്. ആദ്യം ഖബർ പ്രകടിപ്പിച്ചത് ഭീകരമായ അവസ്ഥയാ. ആ ഖബറിന്റെ ചാരത്ത് നിന്നുകൊണ്ട് മുസ്തഫ പറയുന്നു, സഹാബാക്കളെ കേട്ടുകൊള്ളുവേൻ, ഇന്നലിൽ ഖബരി ലളഗ്താ. എല്ലാ ഖബറിനും ഒരു സ്വഭാവമുണ്ട് സഹാബാക്കളെ. ആരുടെ മയ്യിത്തായത് കൊണ്ടും കാര്യമില്ല, എത്ര പ്രമാണിയായത് കൊണ്ടും കാര്യമില്ല, എത്ര പണ്ഡിതനായത് കൊണ്ടും കാര്യമില്ല, എത്ര പാമരനായിക്കോട്ടെ, എത്ര പാവപ്പെട്ടവനാവട്ടെ, എത്ര പണക്കാരനാവട്ടെ, ഇന്നലിക്കുല്ലി ഖബരിൻ ലളഗ്താ. എല്ലാ ഖബറിനും ഒരു ഇടുക്കമുണ്ട്, എല്ലാ ഖബറിനും ഒരു വല്ലാത്ത കുടഞ്ഞുവിടലുണ്ട്. ലൗ നജാ മിൻഹു അഹദൻ, ആരെങ്കിലും ആ ഖബറിന്റെ പ്രാഥമികമായ ഇടുക്കിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ നജാ മിൻഹു സഅദ് ഇബ്നു മുആദ്, എന്റെ സഅദ് രക്ഷപ്പെടുമായിരുന്നു, എന്റെ സഅദ് രക്ഷപ്പെടുമായിരുന്നു. എന്റെ സഅദ് പോലും രക്ഷപ്പെട്ടിട്ടില്ല സഹാബാക്കളെ. അതുകൊണ്ട് ഖബറിന്റെ കഠിനമായ ആ ഇടുക്കം വല്ലാത്ത ബേജാറാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ഖബറിനും ആ സ്വഭാവമുണ്ട് സഹാബാക്കളെ. ഏത് ഖബറും അങ്ങനെയാൻ, മനുഷ്യന്റെ ശരീരം കിട്ടിയാൽ അങ്ങനെയാൻ. ഏത് ഖബറാണെങ്കിലും ഏത് ശരീരമാണെങ്കിലും മനുഷ്യ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ
ഖബറങ്ങോട്ട് വാരി പുണരുകയാണ്. എൻ്റെ സഅദ് പോലും അതിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ചരിത്രം എവിടെയാണ്? മഹാനായ അബൂദറുൽ ഗിഫാരി തങ്ങൾ ഫാത്തിമാന്റെ മയ്യത്ത് മണ്ണിലേക്ക് എടുത്തു വെക്കുകയാണ്. അബൂദർ തങ്ങൾ റെക്കമെൻഡ് ചെയ്യാനുള്ള ശ്രമമാണ് ഖബറിന്റെ മേൽ. അത്തദ്രീ മനില്ലദീ ജീനാ ബിഹാ ഇലൈക, ഇത് ആരുടെ മയ്യത്താണെന്ന് നിനക്കറിയുമോ? ഖബറിന്റെ മേൽ. അബൂദറിനറിയാം ഖബറിന്റെ സ്വഭാവം. അബൂദർ കേട്ടിട്ടുണ്ട്. ആ സ്വഭാവം ഒന്ന് മാറ്റണമെന്ന് ഖബറിനോട് റെക്കമെൻഡ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഇടയില് ഖബർ വിളിച്ചു പറയുകയാണ്. ഖബറിൽ നിന്നും ഒരു ശബ്ദമാണ്, യാ അബൂദർ, ഓ അബൂദറേ, ഓ അബൂദറേ, മാ അന മൗലിഉ ഹസബിൻ വലാ നസബ്, മാ അന മൗലിഉ ഹസബിൻ വലാ നസബ്. ഇത് തറവാടിന്റെ മഹിമ പറയേണ്ട ഇടമല്ല അബൂദറേ, ഇവിടെ പെരുമ പറഞ്ഞിട്ട് റെക്കമെൻഡ് സ്വീകരിക്കുന്ന സ്ഥലമല്ല അബൂദറേ. റസൂലുള്ളാഹിന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് വല്ലാത്ത റെക്കമെൻഡ് ചെയ്യാനുള്ള ശ്രമമൊന്നും നടത്തേണ്ട അബൂദറേ. ലാ യൻജു മിന്നി അഹദുൻ ഇല്ലാ മൻ സലിമ ഖൽബുഹു വസലുഹ അമലുഹു. എന്റെ ഈ ഖബറിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഒരു പ്രമാണിത്വം പറഞ്ഞതുകൊണ്ട്, ഒരു ആഢ്യത്വം സമർപ്പിച്ചതുകൊണ്ട്, ഒരു കുബേരനാണെന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട്, പണക്കാരനാണെന്ന് പറയിച്ചത് കൊണ്ടൊന്നും രക്ഷപ്പെടില്ല. ലാ യൻജു മിന്നി അഹദുൻ, എന്റെ അടുത്ത് നിന്നും രക്ഷപ്പെടില്ല. ഇല്ലാ മൻ സലിമ ഖൽബുഹു, മനസ്സ് നന്നായവനല്ലാതെ, വസലുഹ അമലുഹു, കർമ്മങ്ങൾ നന്നായവനുമല്ലാതെ. മനസ്സ് നന്നാവണം, മനസ്സ് നന്നായവനും കർമ്മങ്ങൾ നന്നായവനുമല്ലാതെ എന്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ഖബർ വിളിച്ചു പറയാം. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളുടെ ഖബർ വെച്ചപ്പോൾ ഖബർ വിളിച്ചു പറഞ്ഞ സത്യമാണ് ഇത്. ഖബർ വിളിച്ചു പറഞ്ഞ സത്യമാണ്. ലാ യൻജു മിന്നി അഹദുൻ, എന്നിൽ നിന്നും ആരും രക്ഷപ്പെടില്ല. ഇല്ലാ മൻ സലിമ ഖൽബുഹു, മനസ്സ് നന്നായവരൊഴികെ. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, നമ്മുടെ മനസ്സിലേക്കൊന്ന് നമ്മൾ ഇറങ്ങി നോക്ക്, നമ്മുടെ ഹൃദയങ്ങളൊന്ന് നമ്മൾ കണ്ടു നോക്ക്. ആരോടൊക്കെ എതിർപ്പാ നമ്മുടെ മനസ്സിലുള്ളത്? ആരോടൊക്കെയുള്ള വിദ്വേഷമാ? ആരോടൊക്കെയുള്ള അസൂയയാ, പകയാണ്, സ്പർദ്ധയാണ്? മറ്റുള്ളവന്റെ നെഗറ്റീവുകൾ മുഴുവനും സെർച്ച് ചെയ്യാനാ നമുക്ക് സമയമുള്ളൂ. മറ്റുള്ളവന്റെ പോരായ്മകൾ മുഴുവനും തേടിപ്പിടിക്കാനേ നമുക്ക് സമയമുള്ളൂ. മറ്റുള്ളവന്റെ കുറ്റവും കുറവും പറയാനില്ലാതെ മറ്റേതെങ്കിലും സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ സെർച്ച് ചെയ്യുന്നത് മുഴുവനും നെഗറ്റീവാ. നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് മുഴുവനും മറ്റൊരുത്തന്റെ കുറവുകളാ. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് മുഴുവനും മറ്റൊരുത്തന്റെ പോരായ്മകളാ. മറ്റൊരുത്തന്റെ പോരായ്മകൾ മനസ്സിൽ കൊണ്ടുവച്ച് നടക്കുന്നവരെ, എങ്ങനെയാ നമ്മുടെ മനസ്സ് നന്നാകുന്നത്? മനസ്സ് നന്നാകാതെ ഖബറിൽ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഖബർ വിളിച്ചു പറയുകയാണ്. മനസ്സ് നന്നാവണം. ആരോടും വിഷമമില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും എതിർപ്പില്ല, ആരോടും സ്പർദ്ധയില്ല, ആരോടും വൈഷമ്യമില്ല. പെർഫെക്റ്റായ മനസ്സോടുകൂടി മണ്ണിലേക്ക് നടന്നു പോകണ്ടേ. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഹൃദയം, ഋജുവായ മാനസം, പെർഫെക്റ്റായ ഹൃദയം, ആ ഹൃദയമുള്ളവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ. നല്ല മനസ്സുണ്ടാകണം. ഖബറിൽ രക്ഷപ്പെടണമെങ്കിൽ രണ്ടു കാര്യം നന്നാകണമെന്ന ഖബറിന്റെ സാക്ഷ്യപ്പെടുത്തൽ ഫാത്തിമാന്റെ മയ്യത്തിന്റെ മുമ്പില്. ഒന്ന് മനസ്സ് നന്നാവണം, മറ്റൊന്ന് കർമ്മങ്ങൾ സാലിഹാവണം. സലുഹ അമലുഹു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ മനസ്സുകളെല്ലാം പെർഫെക്റ്റ് ആക്കി പവിത്രമാക്കി സംരക്ഷിക്കട്ടെ. അറിയുമല്ലോ മഹാനായ ഹാത്തിമുൽ അസം, ഉറക്കെ പറയൂ, മഹാനായ വലിയുല്ലാഹി ഹാത്തിമുൽ അസം വലിയുല്ലാഹി, വലിയ മനുഷ്യനാണ്. ബൽഖ് എന്ന് പറയുന്ന നാട്ടിൽ ജീവിച്ചു പോയ മഹാനായ മനുഷ്യനാണ്.
മഹാനായ ഷഖീഖുൽ ബൽഖിയുടെയും മഹാനായ ഹാത്തിമുൽ അസം തങ്ങളുടെയും എല്ലാം തസവ്വുഫിന്റെ സംഭാഷണങ്ങൾ ലോകപ്രസിദ്ധമാണ്. ഹാത്തിമുൽ അസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാതുപൊട്ടൻ എന്നാണ് അർത്ഥം. കാതുപൊട്ടൻ. ആളുകൾ ഹാത്തിമിനെ വിളിച്ചത് എങ്ങനെയാണ്? കാതുപൊട്ടനായ ഹാത്തിം. ചരിത്രത്തിൽ ഹാത്തിമിന് അസം എന്ന് പേര് വരാൻ ഒരു കാരണമുണ്ട്. കാതുപൊട്ടനായ ഹാത്തിം എന്ന് ലോകം വിളിച്ചതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. മഹാനായ ഹാത്തിമുൽ അസം തങ്ങൾ ഒരു കച്ചവടക്കാരനായിരുന്നു. ഒരു കച്ചവടക്കാരനാണ് ഹാത്തിം തങ്ങള്. കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു പെണ്ണ് എന്തോ സാധനം വാങ്ങാൻ വേണ്ടി കടന്നു വന്നു. സാധനങ്ങൾ വാങ്ങിയിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ പെൺകുട്ടിയുടെ വുളു അങ്ങോട്ട് മുറിഞ്ഞുപോയി. ഈ പെണ്ണിന്റെ വുളു അങ്ങ് മുറിഞ്ഞുപോയി. ഒരൽപ്പം ശബ്ദത്തിൽ തന്നെ വുളു അങ്ങ് മുറിഞ്ഞുപോയി. വല്ലാത്ത ജാള്യതയായി, മനസ്സ് മുഴുവനും വേദനിച്ചു പോയി, മുഖം മുഴുവനും മൈപ്പായി പോയി. എളിപ്പയായ ഈ പെൺകുട്ടി വല്ലാതെ വേദനിച്ചുകൊണ്ട് മുമ്പിൽ നിൽക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ വുളു മുറിഞ്ഞു പോയല്ലോ അല്ലാഹ്. ഈ മഹാനായ മനുഷ്യനത് കേട്ടല്ലോ അല്ലാഹ്. ഇത് സാധാരണ കച്ചവടക്കാരനല്ലോ, ഇത് പണ്ഡിതനായ കച്ചവടക്കാരനാ. ഇത് വിലായത്തിന്റെ ഔന്നിത്യങ്ങൾ നേടി കടന്നുപോയ ബൽഫിന്റെ തസവ്വുഫിന്റെ ഇടങ്ങളിൽ ചാഞ്ചല്യ വിപ്ലവങ്ങൾ തീർത്ത മഹാനായ മനുഷ്യനാ. ഈ പെണ്ണിന്റെ മനസ്സ് വേദനിച്ചു പോയി. ഈ പെണ്ണിന്റെ ഹൃദയത്തിൽ വല്ലാത്ത വേദന തോന്നിപ്പോയി. മഹാനായ ഹാത്തിമുൽ അസം ഒന്നും അറിയാത്തവനെ പോലെ കുടികൊള്ളുകയാൽ ഈ പെണ്ണിന്റെ വുളു മുറിഞ്ഞു പോയത് അറിയാത്തവനെ പോലെ അഭിനയിക്കുകയാണ്. ഈ പെണ്ണിന്റെ മുമ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി എന്തോ സാധനം എടുത്തിട്ട് ചോദിച്ചു, ഇതിനെന്താണ് വില? ഇതിനെന്താ വില? ഇതിന്റെ വില എന്താണ്? ഹാത്തിമുൽ അസം തങ്ങൾ പറഞ്ഞു, കുട്ടിയെ നുറക്കപ്പറ, എനിക്ക് കാത് കേൾക്കില്ല. നുറക്കപ്പറ, കാത് കുറവുണ്ട്, കമ്മിയാണ്, നുറക്കപ്പറ, എനിക്ക് കാത് കേൾക്കില്ല. ഇതിനെന്താണ് വില? ഉറക്ക ചോദിക്കുന്നു. വീണ്ടും പറയുന്നു, ഉറക്ക പറമോളെ, എനിക്ക് കാത് കേൾക്കില്ല. ഉറക്ക പറയൂ പെണ്ണേ, എനിക്ക് കാതിന് കമ്മിയാണ് പെണ്ണേ. മഹാനായ ഹാത്തിമുൽ അസം എന്ന പണ്ഡിതന് കാത് കേൾക്കില്ലെന്നറിഞ്ഞപ്പോൾ ഈ പെണ്ണിന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. അല്ലാഹുവേ, എന്റെ വുളു മുറിഞ്ഞു പോയത് ഈ മനുഷ്യൻ കേട്ടിട്ടില്ലല്ലോ തമ്പുരാനേ. നിറഞ്ഞു പോയി മനസ്സ്, ജാള്യത മഞ്ഞുപോയി. സന്തോഷത്തോടുകൂടി കച്ചവട സ്ഥലത്ത് നിന്നും ആ പെൺകുട്ടി പിരിഞ്ഞു പോയേ. മഹാനായ ഹാത്തിമുൽ അസം തങ്ങൾ അഭിനയിക്കുകയാണ്. കാത് പൊട്ടനായിട്ട് അഭിനയിക്കുകയായിരുന്നു. പിന്നീട് ആ പെൺകുട്ടി 15 കൊല്ലം ജീവിച്ചത്രേ. 15 കൊല്ലം ആ പെണ്ണ് ജീവിച്ച കാലയളവുകൾ മുഴുവനും കാത് പൊട്ടനായി അഭിനയിച്ചു മഹാനായ ഹാത്തിമുൽ അസം. 15 കൊല്ലം കാത് പൊട്ടനായി അഭിനയിച്ചു. ആ 15 കൊല്ലം ആ പെൺകുട്ടി ജീവിച്ച കാലയളവുകളിൽ എപ്പോഴെങ്കിലും ഹാത്തിമിന് കാത് കേൾക്കാമായിരുന്നെന്ന് ആ പെണ്ണറിഞ്ഞാൽ ആ പെണ്ണിന്റെ മാനം പോയല്ലോ. ഒരു പെണ്ണിന്റെ മാനം കാക്കാൻ വേണ്ടി ഒരു പണ്ഡിതൻ 15 കൊല്ലം കാത് പൊട്ടനായി അഭിനയിച്ചു. ആരെന്ത് ചോദിച്ചാലും ഉറക്കപ്പറ, 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 ഉറക്കപ്പറ എന്ന് പറഞ്ഞിട്ട് 15 കൊല്ലം അഭിനയിച്ചപ്പോൾ ലോകം വിളിച്ചില്ലേ കാത് പൊട്ടനായ ഹാത്തിം? ഔന്നിത്യങ്ങൾ നേടിയില്ലേ? വിലായത്തിന്റെ മഹത്വങ്ങൾ നേടിയില്ലേ? ബൽഖിന്റെ തസവ്വുഫിന്റെ വിഹായിസിലെ വെള്ളി നക്ഷത്രമായി ജ്വലിച്ചില്ലേ മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു? ഒരു പെണ്ണിന്റെ മാനം കാക്കാൻ വേണ്ടി 15 കൊല്ലം കാതുപൊട്ടനായി ഏതെങ്കിലും ഒരു പെൺകുട്ടി എന്തെങ്കിലും അവിഹിതമായ ഇടങ്ങൾ അറിയാതെ ചെയ്തപ്പോഴേക്കും, എപ്പോഴെങ്കിലും നമ്മുടെ കാതിൽ വന്ന് തുളച്ചു കയറിയപ്പോഴേക്കും എത്ര ആളുകളോട് നമ്മളത് പങ്കുവെച്ചു, ആരോടൊക്കെ നമ്മളത് പറഞ്ഞു കൊടുത്തു. പെൺകുട്ടികളുടെ മാനം ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? സമൂഹത്തിലെ ആളുകളുടെ പോരായ്മകൾ സ്പ്രെഡ് ചെയ്യുന്നവരെ, മറ്റുള്ളവരുടെ കുറവുകൾക്ക് പിന്നാലെ നടക്കുന്നവരെ, മറ്റുള്ളവരുടെ പോരായ്മകൾക്ക് പിന്നാലെ ഓടി നടക്കുന്നവരെ, മൻ തതബ്ബഅ ഔറത അഖീഹി യതതബ്ബഉല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. ആരുടെയെങ്കിലും പുറകിൽ, ആരുടെയെങ്കിലും ഔറത്തിന്റെ പിന്നാലെ, ആരുടെയെങ്കിലും ന്യൂനതകൾക്ക് പിന്നാലെ ആരെങ്കിലും നടന്നു കഴിഞ്ഞാൽ അവന്റെ ഔറത്തിനെ അല്ലാഹു ഖിയാമത്ത് നാളിൽ വലിച്ചിടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
മനസ്സ് നന്നാവാതെ ഈ ഉമ്മത്തിന് രക്ഷയില്ല. എത്ര പാർട്ടികൾ ഉണ്ടായിക്കോട്ടെ, എത്ര സംഘടനകൾ ഉണ്ടായിക്കോട്ടെ, എത്ര ആശയക്കാരുണ്ടായിക്കോട്ടെ, എത്ര അഭിപ്രായങ്ങൾ ഉണ്ടായിക്കോട്ടെ, മനസ്സിൽ ഈമാനുണ്ടോ മുഅ്മിനേ, മനസ്സിൽ വിശ്വാസമുണ്ടോ പ്രിയപ്പെട്ട സഹോദരന്മാരെ? ഒരു മുഅ്മിനിന്റെ വിഷയത്തിൽ ഒരു മുഅ്മിനോട് നമ്മൾ മനസ്സിൽ വിദ്വേഷം വെച്ചു പോകണ്ട. നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് നമ്മൾ സഹിഷ്ണുത പുലർത്തിക്കോ. അവനെ അടിച്ചാക്ഷേപിക്കണ്ട, അവന്റെ വ്യക്തിത്വത്തെ തകർത്തെറിയേണ്ട, അവന്റെ സെൽഫ് എസ്റ്റീമിന് തൊട്ടുകളിക്കണ്ട. അള്ളാഹു ലോകത്ത് സമ്മാനിച്ച ആ വ്യക്തിയുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്നിടത്ത് കൃത്യത പുലർത്താൻ നമുക്ക് കഴിയുമ്പോഴാണ് സലുഹ ഖൽബ് സലീമാകുന്നത്. സലീമ ഖൽബുഹു, മനസ്സ് നന്നാകുന്നത് അപ്പോഴാണ് ഖബറിൽ സന്തോഷമുണ്ടാകുന്നത്. സലീമായ മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഖബറിൽ സന്തോഷമാ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖബർ തന്നെ പറഞ്ഞതാണ് ഇല്ലാമൻ സലിമ ഖൽബുഹു, ഹൃദയം നന്നാവണം. അള്ളാഹുവിന്റെ റസൂല് സഹാബിമാരോട് പറയാറുണ്ട്, ആരും നിങ്ങൾക്കിടയിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെ കുറിച്ച് ആരും എന്നോട് പറഞ്ഞു തരല്ലേ, എന്നോട് നിങ്ങൾ കുറ്റവും കുറവും പറഞ്ഞു തരല്ലേ. പലരും വന്നിട്ട് പലതും പറഞ്ഞു കൊടുക്കാറുണ്ട്. നബിയെ, അയാൾ അങ്ങനെ ചെയ്തു, അയാൾ അങ്ങോട്ട് പോയി, അവൾ അവിടെ പോയി, ഇവൻ ഇവിടെ പോയി, അങ്ങനെ പലരും പലരെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. നബി തങ്ങൾ പറയാറുണ്ട്, ആരും എന്നോടൊന്നും പറഞ്ഞു തരല്ലേ, ആരും എന്നോടൊന്നും പറഞ്ഞു തരല്ലേ. എന്റെ അനുയായികളെ കുറിച്ച് ആരും തന്നെ ഒന്നും പറഞ്ഞു തരല്ലേ. നിങ്ങൾക്കിടയിലൂടെ നടന്നു വരുമ്പോൾ ഋജുമാനസനായി, വിശാലമായ ഹൃദയത്തിന്റെ ഉടമയായി, ആരോടും എതിർപ്പില്ലാത്ത മനസ്സുമായി കടന്നു വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും എന്നോട് നിങ്ങൾക്കിടയിലുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞു തരണ്ട. നമ്മുടെ മനസ്സ് അങ്ങനെയാവണം. ആരുടെയെങ്കിലും കുറ്റം കുറവും കാണുമ്പോഴേക്കും നോക്കാനും, അത് പബ്ലിക്കാക്കാനും, അത് പരസ്യപ്പെടുത്താനും, അതങ്ങോട്ട് ഫ്ലാഷ് ആക്കിയിട്ട് അയാളുടെ വ്യക്തിത്വത്തെ അടിച്ച് തകർക്കാനും മുഅ്മിനേ നമ്മൾ ശ്രമിച്ചു പോകല്ലേ. ഒരു വിശ്വാസിയുടെ സമ്പത്തും അവന്റെ സമ്പാദ്യവും അവന്റെ രക്തവും അവന്റെ അഭിമാനവും നമ്മുടെ മേൽ നിഷിദ്ധമാണ്. സംരക്ഷിക്കൽ നമ്മുടെ മേൽ ഉത്തരവാദിത്തമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളൊരു ഉമ്മത്താണെന്ന ചിന്ത നഷ്ടപ്പെട്ടു പോകല്ലേ. എത്ര വലിയ അഭിപ്രായങ്ങൾ ഉണ്ടാകും, എത്ര രാഷ്ട്രീയപരമായിട്ടുള്ള വൈജാത്യങ്ങളും അടിപിടികളൊക്കെ ഉണ്ടാകും. കാലം അത് വരുമ്പോൾ വരികയും പോവുകയും ചെയ്യും. പക്ഷേ നമ്മളെന്ന ഉമ്മത്ത്, നമ്മളെന്ന വിശ്വാസി വൃന്ദത്തിന്റെ മനസ്സിന്റെ ഐക്യം നഷ്ടപ്പെട്ടു പോകരുത്. മണ്ണിലൂടെ നടന്നു പോകുമ്പോൾ ഒരാളുടെ ഐബും നോക്കാത്ത മനസ്സോടുകൂടി നടന്നു പോകണം. മഹാനായ ശിബിലി ഇമാമ് മണ്ണിലൂടെ നടന്നു പോകുമ്പോൾ ഒരു അശരീരിയാണ്. യാ ശിബിലി കുൻ മിസ്ലി, യാ ശിബിലി കുൻ മിസ്ലി, ഏ ശിബിലി നീ എന്റെ പോലെയാവണം, നീ എന്റെ പോലെയാകണം. ഭൂമിയിൽ നിന്നുള്ള ശരീരിയാൻ, ഭൂമി വിളിച്ചു പറയുകയാണ്, യാ ശിബിലി കുൻ മിസ്ലി, എന്നെ പോലെയാകണം ശിബിലി. മഹാനായ ശിബിലി ഇമാമ് താത്വികനാണ്, ചിന്തിക്കുകയാണ് എന്താണ് ഭൂമിയുടെ പ്രത്യേകത, എന്താണ് ഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പരന്നു കിടക്കുന്ന മണ്ണിലൂടെ നടന്നു പോകുന്ന മനുഷ്യരുടെ ഔറത്തുകൾ മുഴുവനും ഈ ഭൂമി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ഗോപ്യമായ കാര്യങ്ങള്, മനുഷ്യന്റെ വസ്ത്രങ്ങൾക്കടിയിലുള്ളത്, മനുഷ്യന്റെ ഔറത്തുകൾ മുഴുവനും ഈ മണ്ണിലൂടെ നടന്നു പോകുന്ന മനുഷ്യന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഈ ഭൂമി കാണുകയാ. പക്ഷേ ഇന്നേ വരെ ഭൂമി ആരോടും അത് പറഞ്ഞു കൊടുത്തിട്ടില്ല, ഭൂമി ആരോടും അത് പങ്കുവച്ചിട്ടില്ല. ഈ മണ്ണിലൂടെ നടന്നു പോയ സകല മനുഷ്യരുടെയും ഔറത്തിനെ തിരിച്ചറിയുന്ന ഈ ഭൂമി കാണിക്കുന്ന വിശാലതയുണ്ടല്ലോ. ഫിർഔൻ നടന്നുപോയ മണ്ണ, ഹാമാൻ നടന്നുപോയ മണ്ണ, നമ്രൂദ് നടന്നുപോയ മണ്ണ, ഫറോവമാർ
ഹിറ്റ്ലർമാര് കടന്നുപോയ മണ്ണ, ക്ലിന്റന്മാര് നടന്നുപോയ മണ്ണ, ലെനിന്മാര് നടന്നുപോയ മണ്ണ, മുസോളിനിമാര് കടന്നുപോയ മണ്ണ. ഒരു വ്യക്തിയുടെയും അഭിമാനത്തെ ക്ഷതം വരുത്തുന്ന അർത്ഥത്തിന് ഇന്നേവരെ ഭൂമി പെരുമാറിയിട്ടില്ല. ഭൂമിയുടെ വിശാലമായ മനസ്ഥിതി പോലെ നീ ആകണമെന്ന് മഹാനായ വലിയുല്ലാഹി ഇമാം ശിബ്ലി റളിയല്ലാഹു അൻഹുവിനോട് ഭൂമി പറയാൻ, യാ ശിബ്ലി കുൻമിഥിലി, നിങ്ങളെ ഒരു വിശ്വാസിയുടെ മനസ്സ് അങ്ങനെയാവണം. ആരോടും വെറുപ്പില്ലാത്ത മനസ്സ്, ആരോടും സ്പർദ്ധയില്ലാത്ത മനസ്സ്, അങ്ങനെ വളരെ പെർഫെക്റ്റ് ആയ മനസ്സോടുകൂടി മണ്ണിലേക്ക് കടന്നുപോയാൽ ഖബറിൽ നമുക്ക് സന്തോഷമാണ്, ഖബറിൽ വല്ലാത്ത ആനന്ദമാണ്. സലീമായ ഖൽബ് വേണം, സ്വലാഹിയത്തിന്റെ അമല് വേണം. മനസ്സ് നന്നാവണം. മനസ്സ് നന്നായത് കൊണ്ട് മാത്രം പോരെ, അമലുകൾ കൂടി അനിവാര്യമാണ്. നല്ല അമലുകൾ ഉണ്ടാവണം. നല്ല അമലുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കണം. നല്ല മനസ്സും നല്ല അമലുകളും നിറച്ചു വെച്ച ജീവിതമായി നമ്മൾ മരിച്ചു കഴിയുമ്പോൾ സന്തോഷത്തോടു കൂടി നമുക്ക് മരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സഹാബിമാരോട് ചോദിച്ചു, അല്ലയോ പ്രിയപ്പെട്ട സഹാബിമാരെ, മദീനത്തെ മസ്ജിദിൽ എല്ലാവരും കൂട്ടം കൂടിയിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഒരു ചോദ്യം ചോദിച്ചു, മൻ അസ്ബഹ മിൻകുൽ യൗമ സായിമാ, ഇന്നേ ദിവസം നിങ്ങൾക്കിടയിൽ നോമ്പെടുത്തിട്ടുള്ളവരായിട്ട് ആരുണ്ട്? ഇന്നേ ദിവസം ആർക്കാ നിങ്ങൾക്കിടയിൽ നോമ്പുള്ളത്? ആരും എഴുന്നേൽക്കുന്നില്ല. ഫർള് നോമ്പിനെ കുറിച്ചല്ലേ ചോദ്യം, സുന്നത്ത് നോമ്പിനെ കുറിച്ചുള്ള ചോദ്യമാണ്. റമളാനിന്റെ സമയമല്ല, സാധാരണ ഒരു ദിവസമാണ്. റസൂലുള്ളാഹിന്റെ ചോദ്യമാണ്, ആർക്കാണ് നിങ്ങൾക്കിടയിൽ നോമ്പുള്ളത്? ആരും എഴുന്നേൽക്കുന്നില്ല, ആരും മറുപടി പറയുന്നില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈ ഉയർത്തുന്നു, അന യാ റസൂലല്ലാഹ്, എനിക്കിന്ന് നോമ്പുണ്ട് നബിയേ, ഞാൻ ഇന്ന് നോമ്പുകാരനാണ് യാ റസൂലല്ലാഹ്. അബൂബക്കർ തങ്ങൾക്ക് ഇന്ന് നോമ്പുണ്ട്. അപ്പുറത്ത് ഉമർ തങ്ങളുണ്ട്. ഉമർ തങ്ങൾ ഇങ്ങനെ എരിപിരി കൊള്ളാൻ, നബി എനിക്ക് ഇന്നലെ നോമ്പുണ്ടായിരുന്നു, ഇന്ന് ഞാൻ നോമ്പെടുത്തിട്ടില്ല. ഉമറേ, ഇന്നത്തെ ചോദ്യം ഇന്നാണ്. ഇന്ന് വാട്ട് യു ഹാവ് ഡൺ ടുഡേ, ഇന്ന് നീ എന്ത് ചെയ്തു? അതാണ് എന്റെ ചോദ്യം, ഇന്നലല്ല വിഷയം. ഇന്ന് നോമ്പെടുത്തവരാരുണ്ട്? സിദ്ദീഖ് തങ്ങൾ മാത്രമാണ്. എല്ലാ സഹാബിമാർക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു, എന്റെ സിദ്ദീഖിന് ഇത്ര പ്രത്യേകത. അവ്വലു മൻ ആമന ബി അബൂബക്കർ, ഉറക്കെ പറയൂ, അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹ്ഖീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ സവ്വജനി അബൂബക്കർ, അവ്വലു മൻ യുഹ്ശറു ഫിൽ മഹ്ശരി അബൂബക്കർ, അവ്വലു മൻ ദഖലൽ ജന്ന അബൂബക്കർ. ആദ്യമായി എന്നെ കൊണ്ട് വിശ്വസിച്ചത് എന്റെ അബൂബക്കറാണ്. ഈ സത്യസന്ദേശത്തിന്റെ സന്മാർഗത്തിന്റെ ഈ പ്രമാണവുമായി കടന്നു വന്നപ്പോൾ, മക്കയിൽ വിശ്വസിക്കാൻ ആളുകളില്ലാതിരുന്നപ്പോൾ ആദ്യമായി എന്നെ കൊണ്ട് വിശ്വസിച്ചു എന്റെ അബൂബക്കർ സിദ്ദീഖ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി എന്നെ വാസ്തവീകരിച്ചു എന്റെ അബൂബക്കർ. ഞാൻ മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിനെ കാണാൻ വേണ്ടി ഏഴാകാശങ്ങൾ കടന്നിട്ട് ലൗഹും കലമുമൊക്കെ കണ്ടിട്ട് സ്വർഗരാജ്യവും നരകലോകവും ഒക്കെ കണ്ടിട്ട് പടച്ചവനെ കണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ വിശ്വസിക്കാൻ പലരും തയ്യാറായില്ല. എന്നാൽ എന്റെ അബൂബക്കർ തങ്ങൾ പറഞ്ഞു, സദ്ദഖ്തു സദ്ദഖ്തു, ഞാൻ വിശ്വസിച്ചു നബിയെ, ഞാൻ വാസ്തവീകരിച്ചു. എന്റെ ഹബീബാണോ അത് പറഞ്ഞത്? എന്നാൽ യാതൊരു സംശയവും ഞാൻ പ്രകടിപ്പിക്കുന്നില്ല, ഞാൻ വിശ്വസിച്ചു. ഈ സംഭവം കേട്ടിട്ട് വിശ്വസിച്ച ആളുകൾ പോലും മുർത്തദ്ദായി പോയത്രേ. മിഅ്റാജിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞപ്പോൾ മുഅ്മിനീങ്ങളിൽ പോലും പലരും മുർത്തദ്ദായി പോയി എന്ന് ചരിത്രം പറയുകയാണ്. റസൂലുള്ളാഹിക്കൊപ്പം പറഞ്ഞു, സദ്ദഖ്തു സദ്ദഖ്തു, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, എന്നെ കൊണ്ട് ആദ്യമായി വാസ്തവീകരിച്ചതും എന്റെ അബൂബക്കറാണ്. അവ്വലു മൻ സവ്വജനി അബൂബക്കർ, എനിക്ക് ആദ്യമായി എന്റെ ഖദീജാന്റെ വിയോഗത്തിന് ശേഷം ആദ്യമായി എനിക്ക് വിവാഹം കഴിച്ചു തന്നു എന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുഹമ്മദിന് ഇനി ആര് പെണ്ണ് കൊടുക്കും?
മുഹമ്മദിന് ഇനി ആരും തന്നെ കല്യാണം കഴിച്ചു കൊടുക്കില്ലെന്ന് അബൂജഹലിന്റെ കാട്ടുകള്ളന്മാര് വിളിച്ചു പറഞ്ഞ സമയത്ത് സുന്ദരി പെണ്ണായ തന്റെ പൊന്നുമോളെ എനിക്ക് ആദ്യമായി വിവാഹം കഴിച്ചു തന്നു എന്റെ അബൂബക്കർ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അബൂബക്കർ തങ്ങൾ നാളെ ആദ്യമായി മഹ്ശറിൽ കൊണ്ടുവരുമത്രേ. ഈ അബൂബക്കർ തങ്ങളാണത്രേ നാളെ സുവർലോക സ്വർഗ്ഗത്തിൽ ആദ്യമായി കടക്കുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ തങ്ങൾ എങ്ങനെയാ അബൂബക്കറായത്? അബൂബക്കർ തങ്ങൾ എങ്ങനെയാണ് സിദ്ദീഖ് തങ്ങളായത്? ലൗ വുളിഅ ഈമാനു അബീബക്കർ ഫീ കഫത്തി മീസാനി വവുളിഅ ഈമാനുൽ ഉമ്മത്തി കുല്ലിഹാ ഫീ കഫത്തിൻ ഉഖറാ. അബൂബക്കർ തങ്ങളുടെ ഈമാൻ ഒരു തുലാസിന്റെ ഒരു താലത്തിൽ വെച്ചാൽ ഈ ഉമ്മത്തിലെ സകലമായ കോടാനകോടി ജനങ്ങളുടെ വിശ്വാസം മുഴുവനും മറ്റേ താലത്തിൽ വെച്ചാൽ ലറജഹത്ത് കഫത്തു അബീബക്കർ, എന്റെ അബൂബക്കറിന്റെ താലം കലം തൂങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ തങ്ങളായത് ആദ്യമായി സ്വർഗത്തിൽ കടത്താമെന്ന് റസൂലുള്ള പറഞ്ഞത് വെറുതെയല്ല. നോമ്പ് ആരെടുത്തിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആരുമില്ല. അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയെ, എനിക്കൊന്ന് നോമ്പാണ്. റസൂലുള്ള രണ്ടാമത്തെ ചോദ്യമാണ് മദീനത്തെ മസ്ജിദാന് വരൂ. മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ സാഗൂതം അച്ചടക്കത്തിന്റെ പടച്ചട്ടയണിഞ്ഞ അനുചര വൃന്ദങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാ. റസൂലുള്ള രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, ഇന്നേ ദിവസം ഒരു പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം കൊടുത്തവരായി ആരാ നിങ്ങൾക്കിടയിലുള്ളത്? ആരുണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം കൊടുത്തവരായിട്ട്? ആരുണ്ട്?